നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കാർ. PSC അപേക്ഷിക്കാനുള്ള പ്രായപരിധി കൂട്ടി. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് മാറ്റുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. യേശുദാസിന് കൊച്ചിയിൽ സംഗീത മ്യൂസിയം. 10 മണിക്ക് ശേഷം ഉച്ചഭാഷിണി ഉപയോഗിച്ചാൽ കർശന നടപടി. ചലച്ചിത്ര നിർമ്മാതാവ് SC പിള്ള അന്തരിച്ചു. സ്ത്രീകൾക്ക് രാത്രിയാത്ര സുരക്ഷിതമാവാൻ നിർഭയ നിശ. വാർത്തകൾ വിശദമായി. PSC അപേക്ഷിക്കാനുള്ള പ്രായപരിധി കൂട്ടി. സർക്കാർ ജോലികൾക്ക് PSC വഴി അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36-ൽ നിന്ന് 40 വയസ്സാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മറ്റു പിന്നോക്ക വിഭാഗക്കാരുടെ പ്രായപരിധി 39-ൽ നിന്ന് 43-ആയും പട്ടിക വിഭാഗക്കാരുടേത് 41-ൽ നിന്ന് 45-ആയും വർദ്ധിക്കും. പ്രായപരിധി ആകാറായതിനാൽ PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം നഷ്ടമാകുന്നവരെ ലക്ഷ്യമിട്ടാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ തീരുമാനം കൈക്കൊണ്ടത്. സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് PSC വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് മാറ്റുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നത് മാറ്റി കേരളം എന്നാക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. മലയാളത്തിൽ കേരളം എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നാണ്. ഇതാണ് മാറുന്നത്. പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഇത് പരിഗണിച്ചാണ് കേന്ദ്രമന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. 2023-ൽ സമാനമായ പ്രമേയം പാസാക്കിയിരുന്നെങ്കിലും നടപടിക്രമങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രം ഇത് മടക്കി. ഭരണഘടനയനുസരിച്ചുള്ള തുടർ നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പേരുമാറ്റം പ്രാബല്യത്തിലാകും. യേശുദാസിന് കൊച്ചിയിൽ സംഗീത മ്യൂസിയം. ഗായകൻ KJ യേശുദാസ് ജനിച്ചു വളർന്ന ഫോർട്ട് കൊച്ചിയിലെ വീട് ഏറ്റെടുത്ത് സംഗീത മ്യൂസിയമാക്കുമെന്ന് കൊച്ചി കോർപ്പറേഷൻ. സർക്കാരിൻ്റെയും നാഷണൽ കൾച്ചറൽ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ വീട് ഏറ്റെടുത്ത് യേശുദാസിന്റെ സംഗീത ജീവിതത്തെ ആസ്പദമാക്കിയുള്ള മ്യൂസിയമായി പുനർരൂപകൽപ്പന ചെയ്യുമെന്ന് കോർപ്പറേഷൻ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഗാനഗന്ധർവന്റെ ജന്മനഗരത്തിൽ അദ്ദേഹത്തിന് ഉചിതമായ ആദരമൊരുക്കാനാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മേയർ VK മിനിമോൾ പറഞ്ഞു. 5 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ വിശദമായ പദ്ധതി രേഖ കോർപ്പറേഷന് കീഴിലുള്ള സെന്റർ ഫോർ ഹെറിറ്റേജ് എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് തയ്യാറാക്കും. യേശുദാസിന്റെ ഗാനങ്ങൾ മുഴങ്ങുന്ന ഗന്ധർവ സംഗീത വേദി ഒരുക്കും. 10 മണിക്ക് ശേഷം ഉച്ചഭാഷിണി ഉപയോഗിച്ചാൽ കർശന നടപടി. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണം പാലിക്കണമെന്ന് കളക്ടർ അനുകുമാരി. രാത്രി 10 മണി വരെ മാത്രമാണ് ഉച്ചഭാഷിണികൾ പ്രവർത്തിപ്പിക്കാൻ നിയമം അനുവാദം നൽകിയിട്ടുള്ളത്. അതിനുശേഷം മൈക്ക് പ്രവർത്തിപ്പിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. ജനങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കുന്ന രീതിയിൽ സ്പീക്കറുകൾ സ്ഥാപിക്കരുതെന്നും ശബ്ദത്തിന്റെ തോത് അനുവദനീയമായ ഡെസിബലിന് മുകളിലേക്ക് ഉയർത്തരുതെന്നും ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പോലീസിന് നിർദ്ദേശം നൽകി. ശബ്ദ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നത്. ADM TK വിനീത്, വിവിധ പോലീസ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, ലൈറ്റ്സ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചലച്ചിത്ര നിർമ്മാതാവ് SC പിള്ള അന്തരിച്ചു. പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് SC പിള്ള അന്തരിച്ചു. സംസ്കാരം നാളെ 12:30 തൈക്കാട് വെള്ളാള സമുദായ ശ്മശാനത്തിൽ നടക്കും. 1988-ൽ മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ രുക്മിണി എന്ന സിനിമയുടെ നിർമ്മാതാവാണ്. അദ്ദേഹം നിർമ്മിച്ച പാസഞ്ചർ, റേഡിയോ എന്നീ സിനിമകളും ശ്രദ്ധേയമായിരുന്നു. കേരള ഫിലിം ചേംബർ, കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സജീവ പ്രവർത്തകനാണ്. കേരള വെള്ളാള മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റായും അയ്യാഗുരു ധർമ്മ പരിഷത്ത് സംസ്ഥാന അധ്യക്ഷനായും പ്രവർത്തിച്ചിരുന്നു. ഭാര്യ കൽപ്പകവല്ലി. സ്ത്രീകൾക്ക് രാത്രിയാത്ര സുരക്ഷിതമാവാൻ നിർഭയ നിശ. സ്ത്രീകളുടെ രാത്രിയാത്രാ സുരക്ഷയ്ക്കായി പോലീസ് ആവിഷ്കരിച്ച നിർഭയ നിശ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രാത്രി 9 മുതൽ രാവിലെ 5 മണി വരെയുള്ള സഞ്ചാരവേളയിൽ അടിയന്തര പോലീസ് സേവനം ലഭിക്കാൻ എമർജൻസി റെസ്പോൺസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം പോൽ ആപ്പിലെ SIS ബട്ടൺ, 112 ഹെൽപ്പ് ലൈൻ, ജില്ലാ കൺട്രോൾ റൂമുകൾ, കൺട്രോൾ റൂം വാഹനങ്ങൾ, ഹൈവേ പെട്രോളുകൾ, പിങ്ക് പെട്രോൾ വാഹനങ്ങൾ തുടങ്ങിയവയുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ് നിർഭയ നിശയിൽ. അധികം സ്ത്രീകൾ യാത്ര ചെയ്യുന്ന നഗരങ്ങളിൽ AI ക്യാമറ, അലാം, പാനിക് ബട്ടൺ, കുറ്റവാളികളെ തിരിച്ചറിയുന്ന ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനം എന്നിവയോട് കൂടിയ നിർഭയ നിശ സേഫ്റ്റി പോളുകൾ സ്ഥാപിക്കും. DGP റാവാഡ ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ചു. ADGP-മാരായ S. ശ്രീജിത്ത്, ദിനേന്ദ്ര കശ്യപ്, H. വെങ്കടേഷ്, IG ലക്ഷ്മൺ, IG S. അജിത ബീഗം തുടങ്ങിയവർ പ്രസംഗിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.